ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി നെയ്ച്ചോറ് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുകയെന്നും അതിൻ്റെ കൂടെ തന്നെ ഒരു അടിപൊളി മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറിന് ആവശ്യമായിട്ടുള്ള ഒരു 3/4 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നെയ്യ് ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് ഒരു സവാള അരിഞ്ഞതിടുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ 4-5 പച്ചമുളക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഈ 3/4 കപ്പ് അരിയുടെ ഇരട്ടി വെള്ളം, അപ്പോൾ രണ്ട് തവണ 3/4 കപ്പ് വെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് തിളക്കുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. തിളച്ചാൽ മാത്രം നമുക്ക് അരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അരി ഇട്ട് കൊടുത്ത് നന്നായി തിളക്കുന്ന സമയത്ത് നമുക്ക് തീ കുറച്ച് കൊടുക്കുക. അത്രയും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് അടി പിടിച്ച് പോകും. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യാം. 10 മിനിറ്റ് വിസിൽ വരാൻ കാത്തു നിൽക്കേണ്ട, അത്ര ലോ ഫ്ലെയിമിലുമാണ് കിടക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു 20 മിനിറ്റോ ഒരു 15 മിനിറ്റോ നമുക്ക് മതി. അതിനുശേഷം തുറന്ന് നോക്കിയാൽ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്കത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് മട്ടൻ കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിലോട്ട് ആവശ്യമായ 4 സവാള, 2 തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് ചുവന്നുള്ളി, 2 പച്ചമുളക്, ഇത്രയേ വേണ്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുന്ന സമയത്ത് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക കേട്ടോ. ഉപ്പ് ചേർത്ത് വഴറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതാണ്. അപ്പോൾ വഴന്ന് വന്നതിന് ശേഷം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചും പച്ചമുളകും കൂടി നന്നായിട്ട് മിക്സിയിലിട്ട് ചതച്ചത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് മൂക്കുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 തക്കാളി എടുത്തത് നന്നായിട്ട് കൊത്തിയരിഞ്ഞത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഇളക്കി വരുന്ന സമയത്ത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ നമ്മൾ കറുകപ്പട്ടയുടെ ഇല പൊടിച്ചത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നല്ല മൂത്ത് മണം വരുന്ന സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം മട്ടൻ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മട്ടൻ ഇട്ടിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 6 വിസിൽ വരെ വെയിറ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാനൊരു മൺചട്ടിയിലോട്ടാണ് ഇത് മാറ്റിയത്. എപ്പോഴും മൺചട്ടിയിൽ ഇറച്ചി കറി വയ്ക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇത് തണുത്തതിന് ശേഷം നമുക്കിത് വിളമ്പാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ നെയ്ച്ചോറും മട്ടൻ കറിയൊക്കെ ഇവിടെ സെറ്റാണ്. അപ്പം ഉച്ചയ്ക്ക് ഇത് തട്ടി വിട്ടതിന് ശേഷം ഞങ്ങൾ രാത്രിയായപ്പോൾ അതാ പൊറാട്ടയും പിന്നെ മട്ടൻ കറിയും. അങ്ങനെ ഇന്നത്തെ മട്ടൻ കറിയും നെയ്ച്ചോറും ഒക്കെ സെറ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയും ചെയ്യും. ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.